പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെയാണ്. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പർ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മരണത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ. നമുക്കറിയാം, മരണം ഒരു രഹസ്യമാണ്. അതിനൊരു നിർവചനമില്ല. രഹസ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു സീക്രട്ട് അല്ല, ഒരു മിസ്റ്ററിയാണ്. അത് ഒളിഞ്ഞിരിക്കുന്ന ഒരു മർമ്മമാണ്. നമുക്ക് വിചാരം ദൈവം മരണത്തോടുള്ള നശിച്ചു പോകുന്നു. അങ്ങനെയല്ല. അങ്ങനെ ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിക്കുന്നൊന്നും നശിച്ചു പോകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുമില്ല. കർത്താവിൻ്റെ മരണം ഒരു ബലിയായിരുന്നു, സംശയമില്ലല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ബലിയായി സമർപ്പിച്ചു. അതാണ് അവൻ്റെ മരണം. അവന് മരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ മരണമില്ല എന്ന് പറയുമെങ്കിലും ഇവിടെ ദൈവം മരിച്ചു. അതാണ് സത്യം. ആ മരിക്കാൻ വേണ്ടിയിട്ടും അത് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൻ്റെ മനുഷ്യാവതാരം. അവൻ ആത്മാവിൽ മരിച്ചാൽ ആരാ അറിയണേ? ആത്മാവിൽ അങ്ങനെ മരിക്കാൻ പറ്റുമോ? ആത്മാവിൽ ഉള്ള മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നാകുന്നു പറഞ്ഞത്. ആത്മാവായി ദൈവം ഇരിക്കുമ്പോൾ ആത്മാവ് എങ്ങനെ മരിക്കുന്ന? ആത്മാവിന് ഒരിക്കലും മരണമില്ല. അതുകൊണ്ട് കൂടിയാണ് അവൻ ജഡം സ്വീകരിച്ചത്. ജഡത്തിൽ വേദന അനുഭവിക്കണം. ആത്മാവിൽ വേദനയൊക്കെ ഉണ്ട്. ഇപ്പൊ പാതാളത്തിൽ കിടക്കുന്നവന് വേദന അനുഭവിച്ച് കിടക്കുന്നത്. പക്ഷേ ആത്മാവിൽ കർത്താവ് വേദന അനുഭവിച്ചാൽ നമ്മളറിയുന്നില്ലത്. നമുക്കറിയാൻ പറ്റുമോ? ഒരാൾ ആത്മാവിൽ അനുഭവിക്കുന്ന വേദന, അത് ജീവിച്ചാലും മരിച്ചാലും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ജഡാവതാരം ചെയ്ത് അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത് പീഡകൾ സഹിച്ച് വേദന സഹിച്ച് മരിക്കുമ്പോൾ നമുക്ക് അതറിയാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ നമുക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് നമുക്ക് ബോധ്യമാകും. അപ്പോൾ കർത്താവിൻ്റെ മരണം ഒരു ബലിയായിരുന്നു. നമ്മുടെ മരണവും ബലിയാകണം. വാസ്തവത്തിൽ ക്രൂശിലെ ബലിയുടെ തുടർച്ചയാണ് നമ്മുടെ വിശുദ്ധ കുർബാന. അവൻ മരിക്കുന്നതിന് മുമ്പ് തലേ ദിവസം തന്നെ വിശുദ്ധ കുർബാനയാകുന്ന കൂദാശ സ്ഥാപിച്ചു. തൻ്റെ രക്തവും മാംസവും വേർതിരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്ന് മരണത്തെ താൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആ മരണത്തെ പ്രഘോഷിക്കുകൊണ്ടൊക്കെ ഉണ്ട്. പരിശുദ്ധ പൗലോസ് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇതിൽ സംബന്ധിക്കുമ്പോഴെല്ലാം, ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോഴും ഈ കാസായിൽ നിന്ന് പാനം ചെയ്യുമ്പോഴും വിലാസയിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ മരണത്തെയാണ് ഉദ്ഘോഷിക്കുന്നത്. മരണത്തിനാണ് അവിടെ പ്രാധാന്യം. ഉത്ഥാനത്തിന് പ്രാധാന്യം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. മരണത്തിനും ഉത്ഥാനത്തിനും പ്രാധാന്യമുണ്ട്. മരിച്ചിട്ട് പിന്നെ ഉദ്ധാനം ചെയ്തില്ലെങ്കിൽ യാതൊരു അർത്ഥമില്ല. അപ്പോൾ കർത്താവിൻ്റെ മരണം ഒരു ബലിയാണ്. നമ്മുടെ മരണവും ബലിയാകുന്നത് വിശുദ്ധ കുർബാനയിൽ കൂടിയാണ്. പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് കർത്താവ് സമർപ്പിക്കുന്ന ബലിയുടെ കൂടെ ആ ബലിയിൽ നമ്മൾ പങ്കാളികളായിട്ട് തീരുകയാണ്. അങ്ങനെയാണ് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുന്നത്. ആ സമർപ്പണമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത്. വെറുതെ ഒരാൾ വേറൊരാളെ കൊണ്ട് മരിച്ചാലൊന്നും ബലിയാവില്ല. അവന് തൂക്കിക്കൊല്ലേണ്ടതിന് പകരം ഞാൻ മരിച്ചോളാമെന്ന് സമ്മതിച്ചു, അതിന് ബലിയെന്ന് പറ്റൂല.
യേശുവിന് വേണ്ടി രക്തസാക്ഷികളായാൽ അത് ബലിയാണ്. യേശുവിനെ പ്രതി അല്ലാതെ നീ ഒരാളെ സ്നേഹിച്ചാലും അതുകൊണ്ടൊരു വിശേഷവുമില്ല. സഹായിക്കുന്നവനും സ്നേഹിക്കുന്നവനും അതിൻ്റെ പ്രയോജനം ഉണ്ടാവും, പക്ഷെ നിനക്കൊരു പ്രയോജനമില്ല. ഈ കർത്താവിനെ പ്രതി ആയിരിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതും സഹായിക്കേണ്ടതും. എന്നാലേ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. അതാ കർത്താവ് പറഞ്ഞു. പിന്നെ കർത്താവ് പറയണ്ട, ഈ ചെറിയ വല്ലൊരുത്തിന് ഒരു പാനം ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പോലും അതിന് പ്രതിഫലമുണ്ട്. അത് യേശുവിനെ പ്രതി ആയിരിക്കണം. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യുന്നത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം, കർത്താവിന് വേണ്ടിയായിരിക്കണം, കർത്താവിൻ്റെ പ്രതിയായിരിക്കണം എന്ന് ഓർപ്പിച്ചു മാത്രമേ. അപ്പം മരണം ഒരു ബലിയാകണം. കർത്താവിൻ്റെ ബലി മരണം എന്ന് അതിന് പറയണം. നമ്മുടെ മരണവും അങ്ങനെ ആകണം. പരിശുദ്ധനായ പൗലോസ്ലീഹ അത് പറയുന്നില്ലേ, 2 തീമോത്തി 4:6 മുതൽ വായിക്കുമ്പോൾ, ഞാൻ ബലിയായി സമർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. ഉണ്ടോ? ഞാൻ മരിക്കേണ്ട സമയമൊന്നുമല്ല പറഞ്ഞത്, ഞാൻ ബലിയായി സമർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. പിന്നെയാണ് പറയുന്നത്, ഞാൻ നല്ലപൂർവ്വം ഒരു തോട്ടത്തിൽ വെച്ച് വിശ്വാസം തത്തു ജീവൻ്റെ കിരീടം എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. 2 തീമോഥെയോസ് 4:6 മുതൽ 7-8 വരെ വായിക്കുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മരണം ഒരു സമർപ്പണമാണ്, അങ്ങനെ ആകണം. പലരുടെയും ധാരണ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശൂന്യതയിലേക്കാണ് പോകണമെന്നാണ്. വിശ്വാസം സംബന്ധിച്ചിടത്തോളം മരണം ശൂന്യതയിലേക്കല്ല, അവൻ പോകുന്നത് പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കല്ല. ആത്മാവ് അതിനെ നൽകിയ തൃക്കരങ്ങളിലേക്ക് പോകും. അവൻ തീരുമാനിക്കും ഇവൻ പാതാളത്തിൽ പോകണോ പരദീസയിൽ പോകണോ. സ്വർഗം ഒക്കെ നരകമൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ ഓരോന്നിന് ശേഷമുള്ള അനുഭവങ്ങളാണ്. ഞാൻ പല പ്രാവശ്യം പറയുന്നത് അതിൽ ശരിക്കും വേരൂന്നി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ വാസസ്ഥലത്തേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. ആണ് യോഹന്നാൻ 14:3 പറയുന്ന കാര്യങ്ങളൊക്കെ. മറ്റൊന്ന്, നമ്മുടെ എല്ലാ കൂദാശകളും നമ്മെ മരണത്തിന് ഒരുക്കുകയാണ്. മാമോദീസ എന്ന കൂദാശയും, കുർബാന, കുമ്പസാരം, വിവാഹം, രോഗികളുടെ തൈലാഭിഷേകം, പട്ടത്വം, ഇതൊക്കെ നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ശുദ്ധീകരിക്കുമ്പോൾ ആ ശുദ്ധീകരണം മരണത്തിലുള്ള അല്ലെങ്കിൽ മരണത്തിലേക്കുള്ള പ്രയാണമാണ്, അല്ലെങ്കിൽ നമ്മെ മരണത്തിൽ ഒരുക്കുന്നതാണ്. ആ തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് എത്ര ശ്രേഷ്ഠമേറിയത് ചിന്തിച്ച്. നീ കണ്ണുകൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ, മൂക്കുകൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ, ചെവികൾ കൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത കേട്ടിട്ടുള്ള പാപങ്ങൾ, ഉദരം കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞ് ആ തൈലം പൂശി അവനെ വിശുദ്ധീകരിക്കുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കാലം മുതൽ ഈ ഈ ഈ ഈ തൈലാഭിഷേകമുണ്ട്. മർക്കോസ് 6:13 അങ്ങനെ പറയുന്നുണ്ട്, അത് വായിച്ചാലറിയാം. എണ്ണ കൂടിയുള്ള ആ ശുദ്ധീകരണം, എണ്ണ പൂശി രോഗികളെ സുഖപ്പെടുത്തുന്ന സംഗതി, ഇതൊക്കെ ഈ പെന്തക്കോസ്തുകാർക്ക് അറിയാൻ പാടുണ്ടെങ്കിൽ അവർ പറയില്ല, ഇതിന് ആവശ്യമില്ലെന്ന് പറയും. പാവിനിയായ സ്ത്രീ തൈലം ഒഴിച്ചപ്പോഴും കർത്താവെന്ന് പറഞ്ഞ് 300 വെള്ളിക്കാശിനൊന്നും വിൽക്കണ്ട, ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കൂടെയുണ്ട്, ദരിദ്രർ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കൂടെ ഉണ്ടെന്നാണ് പറയും. ഇപ്പോഴും കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞതിനൊക്കെ വളരെ അർത്ഥവത്താണ്. ഇവിടെ വീട്ടു പണക്കാരില്ലേ, എന്താ അവർ പാവങ്ങൾക്ക് കൊടുക്കാതെ കൊടുക്കൂലെന്ന് കർത്താവിനറിയാം.
അവൻ ആ പണം അങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുള്ളൂ, ഞാനും നിങ്ങൾ പിടിച്ചു വെച്ചോണ്ടിരിക്കുള്ളൂ. പാവങ്ങൾക്ക് കൊടുക്കൂല. കാരണം പറഞ്ഞാൽ ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും കൂടെയുണ്ട്, ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ല. 31 കൊല്ലം കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകും, പരിശുദ്ധാത്മാവ് വരും, അത് വേറെ വരും. അപ്പോൾ ആ തൈര് ഒഴിക്കുന്നതിന് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. അവളെൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതാണെന്ന്. യഹൂദന്മാരങ്ങനെ തൈര് ഒഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. തൈര് ഒഴിക്കാന്ന് പറഞ്ഞാൽ 3 ദിവസത്തേക്ക് അവരത് ചെയ്യും. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് നാറ്റം വെച്ച് തുടങ്ങും. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാറില്ല. കബറ് തുറന്നാണ്, ഇന്നത്തെ പോലെ മണ്ണിൽ ഇറക്കി വയ്ക്കാമല്ലോ, കബറ് തുറന്നാണ് തൈലം പൂശു. മിക്കവാറും സ്ത്രീകളാണത് ചെയ്യുന്നത്. കർത്താവിന് തൈലം പൂശാനാ മക്കളുടെ മറിയൊക്കെ പോയതേ. ആ സംഭവം നമ്മൾ ഓർക്കണം. അപ്പോൾ തൈലാഭിഷേകം നമ്മെ ശുദ്ധീകരിക്കുകയാണ്, വിവാഹവും ശുദ്ധീകരിക്കുകയാണ്, മാമോദീസൊക്കെ ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണം നടത്തുമ്പോൾ നാം ദൈവത്തിൻ്റെ ബലിയായ ഒരു വസ്തുവായിട്ട് മാറുകയാണ്, ഒരു ബലിവസ്തുവായിട്ട് നമ്മൾ മാറുക. നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടി വേണം പള്ളിയിൽ വരാമെന്നൊക്കെ പറയണം. എൻ്റെ കാര്യം അതാണ്, ബലിയായി സമർപ്പിക്കാൻ പോകണം. ശുദ്ധിയുള്ള മൃഗങ്ങളെ, പക്ഷികളൊക്കെ ബലിയായി സമർപ്പിക്കാൻ ദൈവം മോശയോടും നോഹയോടൊക്കെ പറഞ്ഞു. ശുദ്ധി വേണം. എഴുന്നേറ്റപാടെ കടക്കപ്പായി എഴുന്നേറ്റ് പള്ളിയിലേക്ക് ഓടാനൊന്നും ശരിയല്ല. ശാരീരിക ശുദ്ധി വേണം. അത് തലേ ദിവസം മുതലേ വേണം, അത് നിർബന്ധമാണത്. ആരും വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ കാര്യമില്ല. പ്രിയമുള്ളവർ, നമ്മുടെ സഭയുടെ വിശ്വാസ ആചാരങ്ങൾ അത് സത്യവും ശുദ്ധവുമാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപിരിയാത്ത വിധം ഒന്നിച്ചിരിക്കുന്നു, ഒരു സ്വഭാവമായിട്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മുടെ മാത്രം സ്വന്തമാണ്. ഉത്തരാക്ഷക്കാരെ ഏക സഭ എന്നുള്ളത് തെറ്റിപ്പോയപ്പോൾ അവരെ നിഖ്യാവിശ്വാസ പ്രമാണം തള്ളി. പിന്നെ നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഒന്നുകൂടെ പറയണം, സത്യസഭ യാക്കോബായ സുറിയാനി സഭ മാത്രമാണെന്ന് പറയുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യമുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവരും കാണുമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഒരാളെങ്കിലും മനസ്സിലാക്കിയാൽ അത്രയും എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. സത്യം നമ്മെ സ്വതന്ത്രമാക്കും. ആരിൽ നിന്ന്? ഈ മെത്രാൻ കക്ഷികളിൽ നിന്ന് സത്യം നമ്മെ സ്വതന്ത്രമാകും. ഒക്കെ പള്ളികളൊക്കെ പൊക്കോട്ടെ, വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും വ്യതികരിക്കാം. 60 പള്ളിയിൽ പോയിട്ട് എത്ര പേര് പോയി? ഈ മെത്രാൻ കക്ഷിക്കാർക്ക് എത്ര കിട്ടി? പല പള്ളികളും കുർബാനയില്ലാതെ വെറുതെ കിടക്കുന്നുണ്ട്. കുർബാന ഉള്ള പള്ളികളിൽ തന്നെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ചില പള്ളികൾ കൂടുതലുണ്ടായിരിക്കില്ല, അദ്ദേഹം പറയുന്നത്. പള്ളി പിടിച്ചെടുത്തിട്ട് ബലിയെ സമർപ്പിച്ചിട്ട് എന്താ കാര്യം? അവർ 10 പൈസ അതിന് മുടക്കിയിട്ടുമില്ല, ആപാദിക്കാൻ പോകുന്നില്ല. അപ്പോൾ കൂദാശകൾ നമ്മെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. സത്യത്തിൽ പുനരുദ്ധാരം വരെ മനുഷ്യൻ അപൂർണനാണെന്ന് പറയുന്നത് പിതാക്കന്മാരുടെ വ്യാഖ്യാനം അങ്ങനെയാണ്. നാം ജനിച്ചു, ജീവിച്ചു, മരിച്ചു. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പുനരുദ്ധാരം. എല്ലാവർക്കും പുനരുദ്ധാരം എല്ലാവർക്കും ഉണ്ട്. ഏത് ദുഷ്ടനും പുനരുദ്ധാരമുണ്ട്. പാതാളത്തിൽ പോകുന്നവനും പുനരുദ്ധാരമുണ്ട്. നരകം 2ാമത്തെ വരവിന് ശേഷം അവിടെ പോകുന്നതിന് പുനരുദ്ധാരമുണ്ട്. ഈ പുനരുദ്ധാരത്തിൻ്റെ പ്രത്യേകത, പുനരുദ്ധാര ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. നരകത്തിൽ പോകണവന് വരെ തേജസ്കരണമൊന്നുമില്ല. പക്ഷേ തേജസ്കരിക്കപ്പെട്ട ശരീരം അവന് കിട്ടിയെങ്കിലേ അവൻ ആ നരകത്തിൽ ഒരിക്കലും അഴിവില്ലാത്ത, നശിക്കാത്ത ഒരു ജീവിതത്തിൽ അവരാകുകയുള്ളൂ. ഒരിക്കലും മരണമില്ലാത്ത ഒരു ജീവിതമാണ് നരകത്തിലായാലും സ്വർഗത്തിലായാലും. നരകത്തിലെ യാതന അനുഭവിക്കും, ഒരിക്കലും മരിക്കാതെ. പല രീതിയിൽ എതിർക്കുന്നവരുണ്ടോ, അത് നമ്മൾ കണക്കാക്കണ്ട. നമുക്ക് വേദവാക്യ പ്രകാരം ചിന്തിച്ചാൽ മതി, കർത്താവ് പറഞ്ഞ് ചിന്തിച്ചാൽ മതി. അവിടെ നരകത്തിൽ എന്താ ദൈവം കൊടുക്കണമെന്ന് നമ്മളറിയണ്ട. വേദവസ്തുവിൽ പലതും പറയുന്നുണ്ട്, പക്ഷെ നരകമില്ലെന്ന് പറയാൻ നമ്മളാളല്ല. ആരും നരകത്തിൽ പോകരുതേ എന്ന പ്രാർത്ഥന. അവിടെ
അവിടെ കെടാത്ത ചെയ്യും ചാകാത്ത മുഴുവൊക്കെ ഉണ്ട്. കർത്താവ് വെറുതെ ഒന്നും പറഞ്ഞല്ല, കർത്താവ് അങ്ങനെ വെറുതെ ഒന്നും പറയാറില്ല. അപ്പോൾ ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒന്ന് പറഞ്ഞത്, മരണം ഒരു ബലിയാണ്. നമ്മുടെ മരണവും ബലിയാകണം. വിശുദ്ധ കുർബാനയിൽ ശുദ്ധിയോടെ വന്ന് ആ ബലിയിൽ സംബന്ധിക്കുമ്പോൾ കർത്താവിൻ്റെ ബലിയുടെ തുടർച്ചയായി അവൻ്റെ ആ ബലിയിൽ നമ്മൾ പങ്കാളികളായി നിത്യജീവൻ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. നിത്യജീവൻ അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ശരീരം പക്ഷി എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് ഉള്ളിൽ ജീവനുണ്ട്. അതാണ് നിത്യജീവൻ. നമ്മുടെ ശാരീരിക ജീവനെ പറ്റി അല്ല അവിടെ പറയുന്നത്. 2, മനുഷ്യൻ പൂർണ്ണനാകണമെങ്കിൽ മരിച്ച് അവൻ പുനരുത്ഥാനം ചെയ്യണം. അപ്പോഴേ അവൻ്റെ ജീവിതം പൂർണ്ണമാകുകയുള്ളൂ. പുനരുത്ഥാന ശരീരം ഒരിക്കലും നശിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും മരിക്കുമോ? കർത്താവ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാലോ? മരിക്കണമെന്നില്ല. കർത്താവ് പെട്ടെന്ന് മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ജീവനോടിരിക്കുന്നവർ പറന്നങ്ങ് പോവും. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് പറക്കാനുള്ള കഴിവുണ്ട്. അവൻ്റെ ശബ്ദം കേട്ടാൽ മരിച്ചവർ ഉയർക്കും, ജീവനോടിരിക്കുന്നവരും തേജസ്കരിക്കപ്പെട്ട സ്വർഗ്ഗത്തിലേക്ക് പോകും. മറ്റൊന്ന് ഞാൻ പറഞ്ഞ 3ാമത്തെ കാര്യം, എല്ലാ കൂദാശകളും നമ്മെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ശുദ്ധീകരിച്ച് നമ്മൾ മരിക്കാനിട വന്നാൽ അത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഏത് കൂദാശകളിൽ നമ്മൾ സംബന്ധിക്കുമ്പോഴും, ഇപ്പം മാമോദിസ നോക്കുന്ന കുട്ടിക്ക് ശുദ്ധീകരണം കിട്ടുന്നു, അത് കണ്ടുവെക്കുന്നവർക്ക് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റേതായ ശുദ്ധീകരണം നിങ്ങൾക്ക് ലഭിക്കും. ഒരു കർമ്മത്തിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോഴായാലും, കുർബാന അനുഭവിക്കാതെ കുർബാനയെ സംബന്ധിച്ചാലും, കുർബാന അനുഭവിച്ചാലും ഇതിന് പൂർണ്ണ ഇത് വന്നുള്ളൂ. അനുഭവിക്കാതെ വന്നാലും ഏത് കൂദാശയിലും ശുദ്ധീകരണം അതിൻ്റേതായ ആ ഒരു നിരയിൽ, മാതിരി പുനരുദ്ധാരത്തിൽ ഓരോരുത്തരും ഓരോ നിരയുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഓരോ നിരയിലുള്ള അനുഭവം, ആ ശുദ്ധീകരണം നമുക്ക് ലഭിക്കും. വിവാഹ ശുശ്രൂഷയിൽ എല്ലാവരെയും വാഴ്ത്തലല്ലേ, ദമ്പതികളെ മാത്രമല്ല, ഒരു ലൈൻ എല്ലാവരെയും വാഴ്ത്തുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിൽ സംബന്ധിക്കുന്നവർക്ക് ആ വാഴ്വ് കിട്ടുമ്പോൾ അതൊരു ശുദ്ധീകരണമാണ്. 3ാമത് ഞാൻ പറഞ്ഞത്, കൂദാശകൾ നമ്മെ ശുദ്ധീകരിച്ച് മരണത്തിനായിട്ട് ഒരുക്കുന്നു. ഇനിയും പല കാര്യങ്ങളുണ്ട്, ഞാൻ പിന്നാലെ പറഞ്ഞോളൂ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.